തുടരാം. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി ഇർഷാദ് ചേരുന്നുണ്ട്. ശ്രീ ഇർഷാദ്, ഇവിടെ നേരത്തെ നമുക്കറിയാം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശുപാർശ പലതവണ മാറ്റിവെച്ചതാണ്. ഇപ്പോൾ അത് നടപ്പിലാക്കാൻ പോകുന്നു. ഈ കണക്കുകളൊക്കെ നിരത്തി നോക്കുമ്പോൾ സാമ്പത്തികാവസ്ഥ എന്തായി എന്നുള്ളതിനെ കുറിച്ചും നമുക്കൊരു ധാരണയിലേക്ക് എത്താൻ സാധിക്കുമോ? എന്തുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നത്? സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ PSCയുടെയും PSC അംഗങ്ങളുടെയും സമ്മർദ്ദത്തിന് വശംവദരായി സർക്കാർ PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളം വേതനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു ബോധ്യമുണ്ടായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്നും സർക്കാർ പിന്തിരിയുമായിരുന്നു. സർക്കാർ യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും മറ്റൊരു ജനവിഭാഗത്തിന് നൽകാതെ അവരെല്ലാവരെയും വലിയ ദുരന്തമുഖത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. മെച്ചപ്പെട്ടു എന്നാണല്ലോ കഴിഞ്ഞയാഴ്ച ധനമന്ത്രി പറഞ്ഞത്. പദ്ധതി വിഹിതം 50%, പദ്ധതി വിഹിതം പാതി വെട്ടിക്കുറച്ചപ്പോഴാണ് 15,000 കോടി രൂപ ഈ ലാഭത്തിലേക്ക് വന്നത്. ഈ സംസ്ഥാനത്തിന്റെ പദ്ധതി വിഹിതം, അതായത് അടുത്ത വർഷം പകുതി മാത്രമേ വീണ്ടും നടക്കുകയുള്ളൂ എങ്കിൽ 2 വർഷത്തേക്ക് ഒരൊറ്റ ബജറ്റ് മതിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ അത്രയ്ക്ക് അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇവര് തൻപ്രമാണിത്വത്തിന്റെ പേരിൽ സ്വജനപക്ഷപാതിത്വം നടത്തുകയാണ്. യാതൊരു ജനാധിപത്യ മൂല്യങ്ങൾക്കും തരിമ്പ് പോലും വില കൽപ്പിക്കാതെ ഉള്ള ഒരു തീരുമാനം. അങ്ങനെയാണ് ഞങ്ങൾ ജീവനക്കാർ ഈ ഒരു കാര്യത്തേക്ക് നോക്കിക്കാണുന്നത്. ഈ സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ ഒക്കെ സമരം എവിടെയും എത്തിയതുമില്ല അല്ലെ? ഇല്ല, അവരുടെ ഒന്നും തന്നെ ഒരു കാര്യവും കൊടുത്തിട്ടില്ലല്ലോ. സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം നിയമസഭ നടത്തിയ പ്രഖ്യാപനം പോലും നടപ്പിലാക്കുന്നില്ല. അതനുസരിച്ച് 1 വർഷം 2 ഗഡു DA കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ബജറ്റ് 1 ഗഡു DA മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളതാണ് പ്രഖ്യാപനം. ശമ്പള പരിഷ്കരണം യഥാസമയം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ഒരു സൂചന പോലും ബജറ്റിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നേരിടുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അല്ലാതെ ഉള്ള ഒരു തീരുമാനമാണ് സർക്കാർ നടത്തുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. സ്വന്തം ആളുകളെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്നാണ് ഈ സർക്കാർ നോക്കുന്നത്.